എൻ്റെ പേര് ജോഷി മോനം ജോസഫ് എന്നാണ്. ഞാൻ വരുന്നത് UK നിന്നാണ്. ആദ്യമായിട്ട് ഈ വേദിയിൽ നിന്നൊരു സാക്ഷ്യം പറയാൻ മാതാവ് അനുഗ്രഹിച്ചതിന് 1000 നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഒത്തിരി വർഷം ഒരു 10 വർഷമായി ഒരു കുഞ്ഞിന് ലഭിക്കുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ UK പോകുന്നതിന് മുമ്പ് ഒരു 2014 ജനുവരി 30 ഉടമ്പടി എടുത്തത്. അപ്പോൾ എനിക്ക് പോകാൻ PCCയുടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ വൈഫിന് ജോലി അവിടെ എൻ്റെ PCC കാരണം ജോലി നഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ഒരു സാഹചര്യമുണ്ടായി. മാതാവിൻ്റെ പേരിൽ 30 ഉടമ്പടി എടുത്തു. എനിക്ക് പല പ്രശ്നങ്ങളും ഓരോ ആഴ്ചയിൽ ചൊവ്വാഴ്ചകൾ ഞാൻ ഇവിടുന്ന് ധ്യാനം കൂടി വീട്ടിലേക്ക് പോകും തോറും എനിക്ക് ഓരോ പ്രോസസ്സും പോസിറ്റീവായിട്ട് പെട്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങി. അതിനിടയിൽ മാതാവ് എനിക്കൊരു സ്വപ്നം വന്ന പോലെ എനിക്കൊരു മാർച്ച് 9 എന്നൊരു തീയതി കാണിച്ചു തന്നു. ഈ മാർച്ച് 9 ആയപ്പോൾ മാർച്ച് 9 കാണിച്ചു തന്നു. അതിനുള്ളിൽ എൻ്റെ PCC വന്നു. PCC 6 മാസം ആവുമെന്നാണ് പറഞ്ഞത് കിട്ടാൻ. അതും 1 മാസം 30-38 ദിവസത്തിനാണ് PCC റെഡിയാകുന്നത്. വൈഫിന് ജോലി ശരിയാകുന്നത്. എനിക്ക് 23 പോകാൻ വേണ്ടി ഈ 9 ടിക്കറ്റും എല്ലാ കാര്യങ്ങളും ഈ മാതാവ് കാണിച്ചു തന്ന 9 മാതാവ് എനിക്ക് കാണിച്ചു തന്ന 9 എന്ന തീയതിയിലേക്ക് എല്ലാം എടുത്ത് ടിക്കറ്റ് സഹിതം എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. പിന്നെ ഇത് 1ാമത്തെ അനുഗ്രഹം, കുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ചതിന്. 2ാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒത്തിരി ചെറിയ അനുഗ്രഹങ്ങൾ. അതായത് ഈ നമ്മൾ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമല്ലോ, അങ്ങനെ ഞാൻ ഏപ്രിൽ മാസം UK ചെന്ന് ഏപ്രിൽ മാസം 2ാമത്തെ ആഴ്ചയിലെ ടോക്കിൽ അച്ഛൻ പറഞ്ഞായിരുന്നു ഒത്തിരി വർഷങ്ങളില്ലാത്ത ഒരു കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾക്കായിരിക്കും എൻ്റെ ദൈവമേ, എൻ്റെ മാതാവേ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരുമല്ലോ എന്ന് വെച്ചപ്പോഴത്തേക്ക് തന്നെ ആ വർഷം ചെന്ന് 1 വർഷമായില്ല. ഞാൻ മാർച്ച് 23 പോയത്. 2025 മാർച്ച് 4 ആയപ്പോൾ ഞങ്ങൾക്കൊരു നല്ലൊരു ആൺകുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രമെല്ലാം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എല്ലാവർക്കും ഇവിടുന്ന് നമ്മൾ എല്ലാ ദിവസവും ഒരു ദിവസം കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. പല സ്ഥലത്തും പോയി ഇവിടെ തന്നെയല്ല പല സ്ഥലത്തും കൊണ്ട് കൊടുത്തു. പിന്നെ ഈ മറ്റുള്ളവരെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് സഹായിക്കാം. കാശിൻ്റെ രീതിയിൽ ഒത്തിരി സാമ്പത്തികമായിട്ടൊന്നുമില്ല, എന്നാലും നമ്മളെ രീതിയിലെല്ലാം സഹായിച്ചു. പിന്നെ ദൈവത്തിന് ഒത്തിരി അടുത്തറിയുവാനും മാതാവിനോട് കൂടി ഒത്തിരി പ്രാർത്ഥിക്കുവാനും എല്ലാം സാധിച്ചു. ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകുന്ന ഒരാളാണ്. ഇപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ കുർബാനയ്ക്ക് ഈ ആഴ്ച 2 ദിവസം ശനി ഞായറിൽ പോകാൻ സാധിക്കുകയുള്ളൂ. എന്നാലും ശനി ഞായറും മുടക്കാതെ കുർബാന പോകും. കുമ്പസാരം മുടങ്ങും. അതായത് നമുക്കവിടെ ഇംഗ്ലീഷ് ഒത്തിരി വശമില്ലാത്തത് കൊണ്ടും എന്നാലും പറ്റുന്ന രീതിയിൽ കുമ്പസാരിക്കും. കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ഉണ്ട്. 2 പേരും രാവിലെയും വൈകുന്നേരവും. നമുക്ക് വേറെ ആരും അവിടെ ഇല്ല. 2 പേരും മാതാവിൻ്റെ രാവിലെയും വൈകുന്നേരവും. രാവിലെ 5:30 കറക്റ്റായിട്ട് ചൊല്ലും. വൈകുന്നേരം ഇച്ചിരി താമസിക്കുക. എന്നാൽ വരുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ താമസം ഉണ്ടാകും. അതിൻ്റെ ഒരു താമസമേ ഉള്ളൂ. ഇത്രയൊക്കെ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു: സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. അബ്രാഹത്തോട് ദൈവം ചെയ്ത ഒരു പ്രതിജ്ഞ, ഒരു ഉടമ്പടിയാണിത്. ദൈവം അബ്രാഹത്തോട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണത്. ഞാൻ ദൈവമാണ്, എൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായിരിക്കുക. എൻ്റെ മുൻപിൽ നീതിയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കൂ എന്നാണ് ദൈവം അബ്രാഹത്തോട് പറഞ്ഞത്. നാം ചെയ്ത ഉടമ്പടിയും അങ്ങനെയാണ്. ഈശോയുമായി നാം ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി നിബന്ധനകൾ നമുക്ക് നൽകിയിട്ടുള്ളതെല്ലാം വളരെ കൃത്യമായി പാലിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതാരെങ്കിലും നിന്നും പിന്നിൽ നിന്ന് ഉന്തിയോ അല്ലെങ്കിൽ നമ്മളെ നിർബന്ധിച്ചോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇവിടെ എപ്പോഴും നാം കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ കരുണയിലും വാഗ്ദാനത്തിലും വിശ്വസ്തനായതുപോലെ ഒരു ഉടമ്പടിയിലേക്ക് നാം പ്രവേശിച്ചു കഴിയുമ്പോൾ ആ വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിക്കുവാൻ നാം എന്നും പ്രാർത്ഥിക്കുന്നത് പോലെ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവാണ് നമുക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമെങ്കിൽ നാം നിബന്ധനയിൽ അത്രമാത്രം വിശ്വസ്തരാണെന്നും വിശ്വാസമുള്ളവരാണെന്നും
നമുക്കൊരു അഷുറൻസ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നൽകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെക്കുറിച്ചുള്ള ആകുലതകളും ഉത്കണ്ഠകളുമെല്ലാം യേശുവിനെ ഏൽപ്പിക്കുവാനായി സാധിക്കുകയുള്ളൂ. ഉടമ്പടി എന്നതൊരു ജീവിതക്രമമാണെന്നും ഒരു ജീവിത രീതിയാണെന്നും നാം ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ഓരോ സാക്ഷ്യങ്ങളും ഇവിടെ ഓരോ മക്കളും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ വളരെ വലിയ പ്രതിജ്ഞ എടുത്തുകൊണ്ട് വളരെയധികം ജീവിത രീതികളെ മാറ്റിക്കൊണ്ടാണ് ഈ അൾത്താരയിലേക്ക് വരുന്നത്. ഞാൻ പണ്ടുണ്ടായിരുന്ന ഞാനല്ല ഇപ്പോഴുള്ളത്, ഇനി എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഉടമ്പടിയിലേക്ക് വന്നു കഴിയുമ്പോൾ 3 മാസത്തിനുള്ളിൽ അവർ എപ്പോഴും നമ്മോട് പങ്കുവയ്ക്കുന്നത്. 3 മാസ കാലഘട്ടം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ എലീശോയെ ശുശ്രൂഷിക്കാൻ പോകുന്ന ആ 3 മാസ കാലഘട്ടമാണ് 90 ഡേയ്സ് എന്ന് പറയുന്നത്. ആ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് വരുന്ന വ്യത്യാസം, ഒരു ഈശോയും യോഹന്നാനും ഉദരത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന ഒരാനന്ദം, എലീശോ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദമാണ് കാരുണ്യ പ്രവൃത്തികളിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും നമ്മുടെ ആത്മീയ വളർച്ചയിലും ആത്മീയ പ്രവർത്തനങ്ങളിലെല്ലാം നമുക്കുണ്ടായിരിക്കേണ്ടതെന്നാണ് ഓരോ ഉടമ്പടിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ ഉടമ്പടിയിൽ എപ്പോഴും വിശ്വസ്തരായിരിക്കാം. നമ്മുടെ ആകുലതകളെയും സങ്കടങ്ങളെയും എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അമ്മയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. നമുക്കെപ്പോഴും പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദിയുള്ളവരായിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള ബന്ധങ്ങളെയൊക്കെ ഊട്ടിയുറപ്പിക്കുന്നതിന് പരിശുദ്ധ അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവിത പങ്കാളിയിൽ ഒരാൾക്ക് മാത്രമുള്ള ഉത്തരവാദിത്വമല്ല ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു കുടുംബം സ്നേഹത്തോടെ ആയിരിക്കണമെങ്കിൽ അതിനെപ്പോഴും കുടുംബത്തിലുള്ള എല്ലാവരുടെയും പങ്കാളിത്തം ആവശ്യമാണെന്ന് നമുക്കറിയാം. ഇവിടെ ജോഷിമോൻ്റെ മനോഹരമായ സാക്ഷ്യത്തിനും അവരുടെ നല്ല കുടുംബജീവിതത്തിനും നമുക്ക് ആത്മാർത്ഥമായി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.